ഹലോ, അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചക്ക കൊണ്ട് എന്താണ് ഉണ്ടാക്കുന്നതെന്നായിരിക്കും അല്ലേ. അപ്പോൾ ചക്ക കൊണ്ട് നമുക്കൊരു കൂട്ടുകറി ഉണ്ടാക്കാം. സാധാരണ ഇവിടെ ചക്കപ്പുഴുക്കൊന്നാക്കിയാൽ ഞാനും ഏട്ടനും മാത്രമേ കഴിക്കാറുള്ളൂ, മക്കൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ ചക്ക കൂട്ടുകറി ആക്കിയാൽ ചോറിന് രണ്ടുപേരും കഴിക്കും. അങ്ങനെ ഞാൻ വിചാരിച്ചേതായാലും ചക്ക കൂട്ടുകറിയാക്കാം. ചക്ക എലിശ്ശേരി ആക്കിയാലും കൂട്ടും കേട്ടോ. എലിശ്ശേരിയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചക്ക കൂട്ടുകറിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചക്ക ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഇതെനിക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊണ്ടു തന്നതാട്ടാ. ഒരു വലിയ ചക്ക തന്നു ഞാൻ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. കൂട്ടുകറിക്ക് നമുക്ക് അത്ര മാത്രമല്ലേ വേണ്ടൂ. കൂട്ടുകറിയിൽ വേറെ ഞാനൊന്നും ഇടുന്നില്ല കേട്ടോ. പച്ചക്കായും ചേനയൊന്നും ഇടുന്നില്ല. വെറും ചക്കയും ചക്കേൻ്റെ കുരുവും പിന്നെ കടലയും ഇട്ടിട്ടാണ് വെക്കുന്നത്. അപ്പം നമുക്കിത് ഓരോന്നായി ചുള അടർന്നെടുക്കണം. പണ്ടിങ്ങനെ ഈ ചുളയുണ്ടല്ലോ, ചുള എന്ന് പറയുന്നത് നിങ്ങളെ നാട്ടിൽ എന്നാ പറയാന്നറിയില്ല. ഇവിടെ കണ്ണൂർ നമ്മളൊക്കെ ചുള എന്നാ പറയുക. അപ്പോൾ ഈ ചുള എടുത്തിട്ട് മുഴുവനോടെ പുഴുങ്ങി തേങ്ങയൊക്കെ ചിരവിയിട്ടിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ട് പണ്ട് അമ്മ അങ്ങനെ തരാറുണ്ട്. അപ്പം ഞാൻ കൂട്ടുകറിക്ക് ഇതാ ഈ കാണുന്ന പോലെയാണ് കേട്ടോ. അരിയൽ ഒരു സ്ക്വയർ ടൈപ്പിൽ ഒരു ചെറിയ പീസ് എടുത്തൊരു 3 കഷ്ണം ആ ഒരു ലെവലിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് അരിഞ്ഞെടുത്ത് അങ്ങനെ കട്ട് ചെയ്തിടണം. അപ്പോൾ ചക്ക ഞാനധികവും എലിശ്ശേരിയോ കൂട്ടുകറി തന്നെ വെക്കാറ്. എന്താ വെച്ചാൽ മറ്റേ പുഴുക്കാക്കിയാൽ അങ്ങനെ മക്കൾ കഴിക്കാത്തതുകൊണ്ട് ആക്കിയാൽ തന്നെ ഞാൻ ഇങ്ങനെ നിർബന്ധിച്ച് കഴിപ്പിക്കലാണ്. ഈ സമയത്തല്ലേ ചക്ക കിട്ടൂ. അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കുരുവും ഞാൻ എടുക്കുന്നുണ്ട്. കുരു അതും ഇതേ കണക്ക് നമ്മൾ കൂട്ടുകറിക്ക് അരിയില്ലേ, ഈ എന്നാ പറയുക പച്ചക്കായും ചേനയെല്ലാം അരിയുന്ന ആ ഒരു വലിപ്പത്തിൽ കുറച്ച് ഒരു 10 കുരു എടുത്തിട്ടുണ്ടാവും ഞാൻ. അങ്ങനെ 10 കുരു എടുത്ത് അതിൻ്റെ ഒപ്പം ഇട്ട് എന്താ കാണുന്ന കടല 2 പിടിയുണ്ട് എൻ്റെ കയ്യിൽ അങ്ങനെ. അപ്പോൾ അത്രയും കടല എടുത്ത്, എനിക്ക് അളവൊന്നും അറിയില്ല, ഞാൻ എൻ്റേതായ ഒരു ഇതിൽ ഇങ്ങനെ ഇടുന്നതാണ്. ഇപ്പം കൈയളവാണ് എൻ്റെ അളവ്. അപ്പോൾ അങ്ങനെ ഇതാ കടല എടുത്തിട്ടു. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഞാൻ ഉപ്പൊന്നും ഇപ്പോൾ ഇടുന്നില്ല ഈ സമയത്ത്, വെറും കടലയും വെള്ളവും മാത്രം ഒഴിച്ച് കുക്കറിലിട്ടിട്ട് പിന്നെ ഗ്യാസ് ഓണാക്കി അടുപ്പത്ത് വെക്കുന്നത്. അപ്പോൾ അത് കടല കുറച്ച് വേവാനുണ്ട്. അപ്പം നമ്മളെ കടല വെന്ത് കുറേ വിസിലടിച്ചിട്ടുണ്ട്, ഒരു 5-6 വിസിലടിച്ച്. അപ്പം കടല വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമ്മളെ ചക്കയില്ലേ, ചക്ക ഞാൻ ഒരു വെള്ളത്തിൽ കഴുകിന്. എനിക്ക് ചക്ക കഴുകാൻ പാടില്ല എന്നെല്ലാം പറയലുണ്ട്. പക്ഷേങ്കിൽ ഞാനൊരു വെള്ളത്തിൽ കഴുകി ആ ചക്കയും കുറച്ച് കുരുവും അതും കൂടിയിട്ട് മിക്സാക്കി അതിലേക്ക് ഇട്ടു. ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ഇടാനുള്ളത്. അപ്പം കൂട്ടുകറിക്ക് ഇടുന്നത് പോലെ തന്നെ ഞാൻ അല്പം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, ഒരു 1/4 സ്പൂണ്. പിന്നെ ബാക്കി നമുക്ക് തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തിടേണ്ടതല്ലേ, അപ്പോൾ അതിലും ഇടും. പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് ഇട്ടാൽ മതി, ആ ഒരു കളറ് മാറാൻ വേണ്ടി മാത്രം. എന്താ വെച്ചാൽ നമ്മൾ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. കൂട്ടുകറിക്ക് കുരുമുളകാണല്ലോ അതിൻ്റെ ആ ഒരു ഇത്. അപ്പോൾ കുറച്ച് അതിലേക്ക് ആവശ്യത്തിന്, കടലക്ക് ഞാൻ ഉപ്പിട്ടില്ല, അതുകൊണ്ട് ആവശ്യത്തിന് എല്ലാത്തിനും കൂടിയുള്ളൊരു ഉപ്പ് നോക്കിയിട്ടിടണം. ഉപ്പ് പാകത്തിന് എല്ലാവരും നോക്കിയിട്ടിടുക. അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ട് നന്നായി ഇളക്കിയിട്ടുണ്ട്, എല്ലാം യോജിച്ച്. അപ്പോൾ പിന്നെ ചക്കക്ക് വേവാൻ ഒരു വിസിൽ മതിയാവും. അപ്പോൾ അതാ കടലേൻ്റെ ആ ഒരു വെള്ളത്തിൽ തന്നെയാണ് ഞാനിട്ട്, വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു വിസിലടിക്കണം. വിസിലടിച്ചാൽ ഗ്യാസ് ഓഫാക്കിയിട്ട് നമുക്ക് തുറന്ന് അരപ്പ് ചേർക്കുക. അപ്പം ഞാനിത് ഗ്യാസ് ഓണാക്കി. ഇനി അത് അവിടെ ഒരു വിസിലടിയുമ്പോഴേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കുക. അപ്പോൾ അരപ്പിലേക്കായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ നമുക്ക് വറുത്തിട്ട് ഇടാനുണ്ട്. അപ്പോൾ തേങ്ങ ഒന്ന് ക്രഷാക്കി ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്, കൈപ്പൊടി. അതിലേക്ക് കുരുമുളക് പൊടിച്ചതാണ് ഇടുന്നത്. കുരുമുളക് മുഴുവനോടെ ഇടുന്നെങ്കിൽ അങ്ങനെ ഇടാം. ഞാൻ കുറച്ച് എരിവിന് കണക്കാക്കിയിട്ട് കുരുമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ജീരകം, നമ്മളെ സാദാ ജീരകമില്ലേ, ആ ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, ആ തേങ്ങേൻ്റെ കളറൊന്ന് ഇതാവാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്ക് ഇതാ ഒരു വിസിലായി, ചക്ക വെന്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ അരപ്പും അപ്പുറം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇതാ ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ, നല്ല ഒലർന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൂട്ടുകറി എന്ന് പറയുമ്പോൾ നല്ല ടൈറ്റാണല്ലോ.
അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആകെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ അരപ്പിൽ കണ്ടോ, ഒറ്റ തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല ഞാൻ. അത് ജസ്റ്റ് ഇങ്ങനെ കറക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, 2 അടി അടിക്കുകയോ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ നല്ല ഉലർന്ന് കിട്ടിയാണൊക്കെ അതിൽ നിങ്ങൾ കാണുമ്പം തന്നെ മനസ്സിലാവും നിങ്ങൾക്ക്. അപ്പോൾ അതൊന്നും ഈ സമയമൊന്നും ഞാൻ ഗ്യാസ് ഓണിലല്ല കേട്ടോ, ഗ്യാസ് ഫ്ലെയിം ഓണാക്കിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം അരപ്പെല്ലാം കൂടി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പും എല്ലാം നോക്കിയതിന് ശേഷം ഞാൻ ആ ജാറൊന്ന് ജസ്റ്റ് കഴുകിയിട്ട് ആ വെള്ളം മാത്രമേ ഒഴിച്ചിട്ടില്ല അതിൽ, അല്ലാതെ എല്ലാം കടലയിലുള്ള വെള്ളം മാത്രമാണ് അതിലുണ്ടായത്. അപ്പോൾ അത് ജാറ് കഴുകി ഞാൻ വെള്ളം ഒഴിച്ചു, ഉപ്പ് എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം പാകത്തിനായിരുന്നു കേട്ടോ, എനിക്ക് എരിവും ഉപ്പും എല്ലാം പാകത്തിനാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഫ്ലെയിം കത്തിച്ചു. ഇനി ജസ്റ്റ് ഒന്നത് ചൂടാക്കണം, ആ അരപ്പൊന്ന് വേവാൻ വേണ്ടി മാത്രം. അപ്പോൾ നമുക്കതൊന്ന് ഇളക്കി അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ ഇനി കൂട്ടുകറി ആവണമെങ്കിൽ അതിൽ നമുക്ക് തേങ്ങ വറുത്തിട്ടാലല്ലേ അതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തും. അപ്പോൾ ഇനി അടുത്തത് തേങ്ങ വറുത്തിടുന്ന പരിപാടിയാണ്. അപ്പം ഞാൻ എൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇപ്പുറത്തെ ഗ്യാസ് അടുപ്പിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ അതവിടെ മാറ്റിയിട്ട് അതിനിടയിൽ എനിക്ക് കറിവേപ്പില ഇടാൻ മറന്നുപോയിട്ടാ. മിക്സാക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ കറിവേപ്പില ഒന്നിടണേ. ഞാൻ പിന്നെ അതിൻ്റെ മുന്നേ ഇളക്കിയെല്ലാം തട്ടി യോജിപ്പിച്ചത് കൊണ്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഇട്ടതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇടുമ്പോൾ അരപ്പ് കൂട്ടുന്ന സമയത്ത് തന്നെ കുറച്ച് കറിവേപ്പില ഇടണം. പിന്നെ നമുക്ക് തേങ്ങ വറുക്കുന്നതിലൂടെ. അപ്പോൾ അതങ്ങനെ അവിടെ അടച്ച് വെച്ചിട്ട് അതവിടെ വേവട്ടെ. അരപ്പ് ഇതാകുമ്പോഴേക്ക് നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ ഒരു പാൻ വെക്കാം. അപ്പം പാൻ നല്ലോണം ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പം വെളിച്ചെണ്ണ നമ്മുടെ കൂട്ടുകറീൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് വെളിച്ചെണ്ണയും തേങ്ങയും ജീരകവും എല്ലാം കൂടുമ്പോഴാണ്. അപ്പം കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിക്കണം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണിനടുത്ത് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. കടുക് ഞാനൊരു 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പം കടുക് പൊട്ടി വന്നതിന് ശേഷം വറ്റൽമുളക്, ഞാൻ എരിവ് കുറഞ്ഞ വറ്റൽമുളകാണ് ഇട്ടിടുന്നത്. കൂട്ടുകറിക്ക് കുരുമുളകും മുളക് പൊടി ആവശ്യത്തിനിട്ട് കണക്കായ എരിവുണ്ട്. അപ്പം എരിവ് കുറഞ്ഞ പിരിയൻ മുളക് അതാണ് ഞാൻ ഇട്ടിട്ടില്ല. അത് 1 പിരിയൻ മുളക് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഈ കടുകലും മുളക് വറ്റൽമുളകെല്ലാം വറുത്തിടുന്ന സമയത്ത് നമ്മൾ കുറച്ചൊന്ന് ദൂരെ നിൽക്കുന്നത് നല്ലതാട്ടോ. അല്ലെങ്കിൽ ഇത് ആ മേത്തെല്ലാം തെറിക്കും. ഇപ്പം തന്നെ നല്ലോണം മറ്റേ മുളക് ഞാനൊന്ന് കഴുകിയായിരുന്നു, അപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം കൂടി ഒന്ന് തെറിച്ചു. അപ്പോൾ ഇതായിന് ഞാൻ അതിലേക്ക് കറിവേപ്പില ഇട്ടു, പിന്നെ കുറച്ച് തേങ്ങ ഇട്ട്. ഇനി ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ഇളക്കിയെടുക്കണം. ചക്ക ഞാൻ അപ്പുറം നേരത്തെ ഗ്യാസ് ഓഫാക്കി വെച്ചിട്ടുണ്ട്. അരപ്പെല്ലാം വെന്തിട്ട് അപ്പം നമ്മുടെ തേങ്ങ ഇങ്ങനെ വറുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ തേങ്ങ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതാ ചക്ക കണ്ടോ, ഞാൻ ഓഫാക്കി വെച്ചതാണ്. ഒന്ന് ഇളക്കി ആ കറിവേപ്പിലെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നല്ല ആ ഒരു ഇപ്പം കണ്ടാലൊരു കൂട്ടുകറീൻ്റെ ആ ഒരു ഇതിലുണ്ട്, കാണുമ്പോൾ ആ കളറെല്ലാം കണ്ടില്ലേ. അപ്പോൾ ഇനി ഈ തേങ്ങ വറുത്തത് കൂടി അതിലേക്ക് ഇട്ടാൽ അപ്പോൾ സംഭവം സെറ്റായി. അപ്പോൾ അതിന് മുന്നേ കുറച്ചൊരു കുരുമുളക് ഞാൻ ഒന്നുകൂടി ഈ വറുക്കുന്ന തേങ്ങയിലേക്ക് ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു മണം ടേസ്റ്റുമാണ്. അപ്പോൾ ഞാൻ കൂട്ടുകറി വെക്കുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. കുരുമുളക് ലാസ്റ്റ് ഒന്ന് തേങ്ങയിലും അരപ്പിലും ഇടും, പിന്നെ നമ്മുടെ തേങ്ങ വറുക്കുന്നതിലും ഇടും. അങ്ങനെ ഇതാ ഞാൻ വീണ്ടും കുക്കർ ഇപ്പുറത്തേക്ക് എടുത്ത് വെച്ച് എന്തായാലേ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറ്റിക്കൊണ്ടേയിരിക്കല്. അങ്ങനെ ഞാൻ അതിലേക്ക് നമ്മളെ വറുത്ത തേങ്ങ അതിലേക്ക് ഇടുവാണ്. കണ്ടോ, അപ്പോൾ അതിൽ എണ്ണ അത്യാവശ്യമുണ്ട്. നമ്മൾ ഈ കൂട്ടുകറിയിലെല്ലാം കുറച്ചൊന്ന് എണ്ണ മുകളിൽ നിൽക്കുന്നത് അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം ഫൈനലി നമ്മുടെ കൂട്ടുകറി ഇങ്ങനത്തെ പരിപാടി ആയിരിക്കുമെങ്കിലും ഉണ്ടാക്കി ഈ സൈഡിൽ നിന്ന് കോരിയിട്ട് നമ്മൾ വീണ്ടും ആക്കുക ഷൂ എന്നുള്ളൊരു ശബ്ദം, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കൂട്ടുകറി അങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇനി ചക്ക കിട്ടുവാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കൂട്ടുകറി ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കും ചക്ക കൂട്ടാനും ഇഷ്ടമാവും. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ്. സെറ്റാണ്, നമ്മളെ കൂട്ടുകറീൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മളെപ്പം ചക്ക കിട്ടിയാൽ ചക്കപ്പുഴുക്കല്ലേ പെട്ടെന്നാക്കുക. അപ്പം ചക്കപ്പുഴുക്കും ചക്ക ബീഫും ചക്കയും ചിക്കനും ഇതെല്ലാം അല്ലേ ആക്കുന്നത്. അങ്ങനെ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇപ്രാവശ്യം നിങ്ങളൊന്ന് ചക്ക കൂട്ടുകറിയാക്കി. അപ്പോൾ ഇനി എല്ലാ വർഷവും ഇത് നിങ്ങളാക്കും മറക്കാണ്ട്.
അപ്പം ഇത്രയും നല്ലൊരു വിഭവം നിങ്ങൾ എന്തായാലും മറക്കാതെ പരീക്ഷിച്ച് നോക്കണം. കണ്ടില്ലേ, നമ്മളെ കൂട്ടുകറിനെ പോലെ തന്നെ ഇല്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നില്ല വിശ്വാസത്തോടെ. ടാറ്റാ.